യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തിക്കാൻ ഒരുങ്ങി റഷ്യൻ പട്ടാളം. മോസ്കോയിലെ ആശുപത്രിയിൽ കഴിയുന്ന യുവാവിന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ക്ലിൻസിയിലെ പട്ടാള ക്യാമ്പിലെത്താൻ ആശുപത്രി അധികൃതർ വഴി അറിയിപ്പ് നൽകി. പട്ടാള ക്യാമ്പിലെത്തിയാൽ തിരികെ വരാനാവില്ലെന്നും സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നും ജെയിൻ പറഞ്ഞു. 24 വീണ്ടും സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ച യുവാവ്. ഇപ്പോൾ എന്നെ പിന്നെയും അവിടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവരുടെ അടുത്തേക്ക് തന്നെയാണ് പിന്നെയും എന്നെ തിരികെ അയക്കുന്നത്. ആ യൂണിറ്റിലേക്ക് തന്നെയാണ് തിരികെ ഞാൻ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാലും അവരിങ്ങനെ തന്നെയായിരിക്കും എന്നോട് പിന്നെയും പെരുമാറുക. തിരികെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയുകയില്ല. ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും സഹായിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് ലഭിക്കുന്നില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. എംബസി പറയുന്നുണ്ടായിരുന്നത് അവർ റിക്വസ്റ്റ് അയക്കുന്നുണ്ടെങ്കിലും അവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ല എന്നായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, ഇവരെന്നെ തിരികെ കൊണ്ടുപോകാൻ പോവുകയാണ്. സൂരജ് സജി വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സൂരജ്, അങ്ങേയറ്റം നിസ്സഹായ അവസ്ഥയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കുന്ന അപ്പുറമാണ്. എന്തെങ്കിലും നടപടികൾ, ഇടപെടലുകൾ ഈ ഘട്ടം വരെ, ഈ മണിക്കൂർ വരെ ഉണ്ടാവുന്നുണ്ടോ? സുഹൈൽ, ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം അപകടത്തിൽ പരിക്കേറ്റ്, അതായത് ഈ യുദ്ധമുഖത്ത് തന്നെ പരിക്കേറ്റ് ഏറെക്കാലം ആശുപത്രിയിൽ ചിലവഴിച്ച ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജെയിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. മോസ്കോയിലെ ആശുപത്രിയിൽ കഴിയുന്ന ജെയിനിന് രേഖാമൂലമാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ക്ലിൻസിയയിലെ പട്ടാള ക്യാമ്പിലേക്ക് എത്താൻ ആശുപത്രി അധികൃതർ വഴി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. നേരത്തെ ഈ ജെയിന്റെ കരാർ കഴിഞ്ഞതാണ്. പക്ഷേ ഈ കരാർ വീണ്ടും പുതുക്കി നൽകിക്കൊണ്ട് പട്ടാള ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. 30 ദിവസത്തെ ചികിത്സാ അവധിയിൽ പ്രവേശിക്കാനും അതിനുശേഷം പട്ടാള ക്യാമ്പിൽ എത്താനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പട്ടാള ക്യാമ്പിൽ എത്തിയാൽ തിരികെ നാട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ജെയിൻ നമുക്ക് അയച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അടക്കം അറിയിച്ചതാണ്. പക്ഷേ ജെയിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നേരത്തെ റഷ്യയിലെത്തിയ സമയത്ത് ഈ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട ആളുകളെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം മുന്നോട്ട് പോയതാണ്. പക്ഷെ അപ്പോഴും ജെയിനിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ ആശങ്കയാണ് ജെയിൻ ഇപ്പോൾ നമ്മൾക്ക് അയച്ചു തന്ന വീഡിയോ സന്ദേശത്തിൽ പങ്കുവെക്കുന്നത്. സുഹൈൽ, ജീവന് വേണ്ടിയുള്ള ദയനീയമായ അഭ്യർത്ഥനയാണ് ജെയിനിന്റേത്. സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും. കുടുംബം വലിയ ആശങ്കയിലാണ്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.